അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ദിൽഷ മോളെ കുറിച്ച് നമുക്ക് വാർത്തയിൽ കേട്ടു. എത്ര നല്ല മോളായിരുന്നറിയോ. ഇപ്പോൾ വാർത്തയിൽ കേൾക്കുമ്പോൾ നമുക്ക് വലിയ മോശക്കാരിയായിട്ടാണ് നമുക്ക് കാണുന്നത്. ദിൽഷ മോശക്കാരിയായിരുന്നില്ല. ദിൽഷ ആ കുടുംബത്തിലെന്ന് മാത്രമല്ല, മദ്രസയിൽ ഉസ്താദന്മാർക്കും ഇഷ്ടപ്പെട്ട മോളായിരുന്നു. മറ്റുള്ള കുട്ടികളെ പോലെയല്ല, അയൽവാസികളൊക്കെ പറഞ്ഞിരുന്നു ദിൽഷയെക്കുറിച്ച്, ദിൽഷയെ കണ്ടുപിടിക്കണമെന്ന്. ഇന്നിപ്പോൾ നമുക്ക് വാർത്തയിൽ കേൾക്കുമ്പോൾ ദിൽഷ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലാത്ത അറുപ്പും വെറുപ്പും ദേഷ്യവും എല്ലാം ഒന്നിച്ചു വരുന്നുണ്ടല്ലേ. ദിൽഷ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു അറിയോ. മദ്രസയിലും സ്കൂളിലും പോകുമ്പോൾ എല്ലാ വിഷയത്തിലും, ഇസ്ലാമികമായ എല്ലാ വിഷയത്തിലും മുൻപന്തിയിലായിരുന്നു. മറ്റുള്ള കുട്ടികളെ പോലെയല്ല, പ്രായത്തിൽ തന്നെ കയ്യിൽ മൈലാഞ്ചിടൂല, കാരണം അത് കറാഹത്താണ്. ആ രീതിയിൽ അതുപോലെ ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രമായിരുന്നു ദിൽസക്ക്. കൈവറക്കി ധരിച്ചു. ദിൽസ വളരെ ഇസ്ലാമികമായ രീതിയിലായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു. കാരണം ദിൽഷയുടെ ഉപ്പ വിവാഹം കഴിഞ്ഞ് ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം കിട്ടുന്ന കുട്ടിയാണിത്. അതുപോലെ ഒരു അനുജനുണ്ട്. ഈ അനുജനും ദിൽഷക്കും പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ദിൽഷയെ എല്ലാ വീട്ടുകാർക്കും വലിയ സന്തോഷമാണ്. കുടുംബത്തിലൊക്കെ ദിൽഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. സൽസ്വഭാവികളെല്ലാവരും ഇഷ്ടപ്പെടും. അവരുടെ ഓത്ത് എല്ലാ ഖുർആൻ മത്സര പരിപാടികളിലൊക്കെ കൃത്യമായി പങ്കെടുക്കും. വൻ വിജയം നേടുന്ന കുട്ടിയായിരുന്നു. ദിൽഷ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന മകൾ. ഇന്ന് മാധ്യമങ്ങൾ നാം കേൾക്കുമ്പോൾ വാർത്ത സുബ്ഹാനല്ലാഹ് വളരെ മോശക്കാരിയായിട്ട് നാം കേൾക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഒരു കുട്ടി നല്ല ഒരു രീതിയിലെത്തുമ്പോഴേക്കും പരിപൂർണമായി അങ്ങ് വിശ്വസിക്കുക എന്നുള്ളത് വലിയ അബദ്ധമാണ്. കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു രീതിയിൽ കുട്ടിയിൽ നിന്ന് ശ്രദ്ധ തിരിയും. കാരണം എൻ്റെ കുട്ടി അൽഹംദുലില്ലാ നല്ല നിലയിലെത്തി. ചില മാതാപിതാക്കൾക്ക് ഒരു അഹങ്കാരവും ഉണ്ടാകും. പക്ഷേ അത് എന്നെപ്പോലൊന്നും അല്ല എൻ്റെ കുട്ടി, എല്ലാ വിഷയത്തിലും നല്ല കുട്ടിയാണ്. 8ാം ക്ലാസ് വരെ കുട്ടിയുടെ ജീവിതം വളരെ മനോഹരമായിരുന്നു. 8ാം ക്ലാസ്സിൻ്റെ ശേഷമാണ് കുട്ടി ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പോകുമ്പോൾ താൻ ധരിച്ചിരുന്ന ഫർദകളും അതൊക്കെ ഒന്ന് ഊരി, ചില മോഡൽ ഡ്രസ്സൊക്കെ ധരിച്ച് ദിൽഷയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. എന്നാൽ അത്രയും ഗൗനിച്ചില്ല. പിന്നെ അവളുടെ സംസാരമൊക്കെ വളരെ മാതാപിതാക്കളെപ്പോലും വാപ്പ പറയുന്നുണ്ട് വല്ലാത്ത വേദനിപ്പിക്കുന്നതായിരുന്നു. അവൾ വാപ്പ ഉമ്മ നിർദ്ദേശിക്കുമ്പോൾ ചില വാക്കുകൾ വരെ പറഞ്ഞിരുന്നു. കാരണം നിങ്ങൾ എൻ്റെ ഖബറിലേക്ക് വരില്ലല്ലോ, ആ രീതിയിലേക്ക് അവർ എത്താൻ കാരണമുണ്ട്. ഈ കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് നാം മൊബൈൽ കൊടുക്കൽ. ഇതാണ് ദിൽഷയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പഠന ആവശ്യത്തിന് വേണ്ടി മൊബൈൽ കൊടുത്ത് അങ്ങനെ മൊബൈലിലൂടെ ജീവിതമായി. പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല കുട്ടി പഠിക്കുകയല്ലേ എന്ന്. യഥാർത്ഥത്തിൽ ഈ റൂമിൽ കഥകടിച്ച് കുട്ടികൾ പഠിക്കുമ്പോൾ തീർച്ചയായും കുട്ടി പഠിക്കുകയാണ് എന്ന് ഒരിക്കലും വിശ്വസിച്ചു പോകരുത്. ഇത്രയും തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കുടുംബത്തിന് മാതൃകയായിരുന്ന കുട്ടി മാറി. ഒരു ദിവസം കുട്ടിയെ പിടിക്കപ്പെട്ടു. ആര് പിടിക്കപ്പെട്ടത്? മാതാപിതാക്കൾ തന്നെ. ഒരാളുമായി, ഒരു അന്യപുരുഷനുമായിട്ടുള്ള ഈ കുട്ടിയുമായിട്ടുള്ള ബന്ധത്തെ പിടിക്കപ്പെട്ടു. ഇത് നന്നായി ചോദ്യം ചെയ്യപ്പെട്ടു. കുട്ടി കടിച്ചു. അങ്ങനെ അവൾ മാതാപിതാക്കളോട് സോറി പറഞ്ഞ് ഇനി മുതൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾ അങ്ങ് കണ്ണടിച്ച് വീണ്ടും വിശ്വസിച്ചു. ഇപ്പോൾ +2-ലെത്തുമ്പോഴാണ് ഈ പിടിക്കപ്പെടുന്നത്. ഈ വാർത്തകളൊക്കെ വരുന്ന ഇപ്പോഴാണ്. ദിൽഷ ഈ ബന്ധം നിർത്തിയിരുന്നില്ല എന്ന് മാതാപിതാക്കൾക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നു. +2-ൽ പഠിക്കുന്ന സമയത്താണ് സ്കൂൾ അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളതാണ്. നേരെ പോയപ്പോൾ അവിടുത്തെ അധ്യാപകൻ പറഞ്ഞത്, മുമ്പത്തെ പോലെ ഇപ്പോൾ കുട്ടിയൊന്നും ശ്രദ്ധിക്കാറില്ല, പഠനത്തിലൊക്കെ മാർക്കൊക്കെ കുറവാണ്, കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. വല്ലാത്ത വേദനയായി മാതാപിതാക്കൾ. അവസാനം ദിൽഷയുടെ മാനസിക അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. കൗൺസിൽ നടത്തുമ്പോഴാണ് ദിൽഷയുടെ സംഭവം എല്ലാം ഇവിടെ കൃത്യമായി വ്യക്തമായി പറയുന്നത്. ഇവിടെ സ്നേഹിച്ചിരുന്നത് ഒരു മയക്കുമരുന്നിൻ്റെ ലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരനാണ്. അനന്തു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ്. ദിൽഷ ഇവൻ വിളിക്കുന്നിടത്തേക്കൊക്കെ
പല പ്രാവശ്യം ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവൾ പറഞ്ഞത്. പലയിടത്തും കൊണ്ടുപോയി. പിന്നെ അവൾക്ക് മനസ്സിലായി അവൻ്റെ സ്വഭാവം ദൂഷ്യമാണ് എന്ന് മനസ്സിലായി. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവളുടെ നഗ്നചിത്രങ്ങളൊക്കെ അവൻ ഉപയോഗിച്ചിരുന്നു. അത് പിന്നെ പുറത്തിടുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. ഇത് കേൾക്കുമ്പോൾ പേടിച്ചു. കാരണം മാതാപിതാക്കളുടെ മുമ്പിൽ വലിയ സ്വാലിഹത്തായി നടക്കുന്ന പെൺകുട്ടി പുറത്തായാൽ എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവൻ അനുസരിക്കേണ്ടി വന്നു. അവൻ അനുസരിച്ചു വന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ടെങ്കിലും അവൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അവളുടെ ജീവിതത്തിൽ വലിയ ദുരന്തമാണ് സംഭവിച്ചത്. ഇത്രയും തഹജ്ജുദൊക്കെ അനുസ്കരിച്ച ഈ മോളിന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ആ അതിരറ്റമായ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൽ തൻ്റെ മക്കൾക്ക് നൽകുന്ന, പ്രത്യേകിച്ച് ഇന്ന് സ്കൂളും മദ്രസ എന്ന് പറഞ്ഞാൽ കൂടുതൽ മക്കൾ മൊബൈൽ നോക്കി പഠിക്കണം, പിന്നെ മൊബൈലായിരിക്കണം എന്ന രീതിയിൽ. ഇനി അത്യാവശ്യമാണ് നോട്ട് ബുക്കൊക്കെ മൊബൈൽ അത്യാവശ്യമാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉപയോഗിക്കുമ്പോൾ ആ കുട്ടികളെ കൂടെ നാം ഉണ്ടാകണം. നാം അവർക്ക് മൊബൈൽ കൊടുത്ത് നാം നമ്മുടെ അവസ്ഥയിലായാൽ ഇതുപോലെ ഒരു ദിൽഷ ഇനിയും ഉണ്ടാകരുത്. നോക്കൂ, ഇന്ന് ആ കുടുംബത്തിൻ്റെ വേദന ഒരുപാട്. ആ വാപ്പ ചിന്തിച്ചു പോയി. ഇന്ന് ഭൂമി ഒന്ന് പിളർന്ന് എന്നെ മെഴുങ്ങി. അത്രക്കും സങ്കടകരമായ ഒരവസ്ഥയിലേക്കാണ് ആ പ്രിയപ്പെട്ട ഉപ്പയുടെ അവസ്ഥ. ഇതിനൊക്കെ കാരണം എന്താണ്? മാതാപിതാക്കളുടെ ആ ഒരു അശ്രദ്ധ. ആ അശ്രദ്ധ കൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മോൾ, ആ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട മോൾ, അവളുടെ എല്ലാം ഒരവസ്ഥ വല്ലാത്ത. ആ മാതാപിതാക്കൾക്ക് വരെ ഇന്ന് അവളെ നോക്കുമ്പോൾ, നോക്കൂ, ആ ആദ്യഘട്ടത്തിൽ തന്നെ മൊബൈൽ ഉപയോഗത്തിൻ്റെ കാര്യം ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അപകടത്തിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇത് അവൾ വല്ലാണ്ട് അവനെ അങ്ങ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് പണം കിട്ടുമ്പോൾ എന്തെന്നില്ലാത്തൊരു സ്നേഹമാണ്. ലഹരി പോലെ ആ കുട്ടിക്ക് ഇഷ്ടം പോലെ ഇവന് പണവും പലതും കൊടുത്തപ്പോൾ ഈ കുട്ടി അങ്ങ് അവൻ്റെ ആ ഒരു ഇഷ്ടത്തിൽ കുടുങ്ങി അവസാനം ജീവിതം തകർന്നു പോയി. ഇന്ന് മാനസിക നില തെറ്റ ഒരവസ്ഥയിലാണ്. കാരണം തൻ്റെ നഗ്ന ചിത്രങ്ങളൊക്കെ അവനെടുത്ത് പല നിലക്കും അവളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നാം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ ചെറിയ ഒരു അശ്രദ്ധ നമ്മുടെ കുടുംബത്തെ തന്നെ, നമ്മുടെ ഇസ്സത്തിനെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളുമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.